ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു SQL ഇഞ്ചക്ഷൻ്റെ തേർഡ് വീഡിയോ സീരീസിലെ മൂന്നാമത്തെ ലാബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ലാബിൻ്റെ പേര് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് ക്വറിയിങ് ദ ഡേറ്റാബേസ് ടൈപ്പ് ആൻഡ് വേർഷൻ ഓൺ ഒറാക്കിൾ. അപ്പോൾ ഒറാക്കിളിൻ്റെ ഡേറ്റാബേസ് ആയിരിക്കും ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഡേറ്റാബേസിൽ നിന്ന് നമ്മൾ അതിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. വേർഷനും ഡേറ്റാബേസ് ടൈപ്പും നമ്മൾ ഈ ഒരു SQL ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, നമുക്കിവിടെ ഒരു ചീറ്റ് ഷീറ്റ് ഉണ്ട്, അത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഞാൻ ഭയങ്കര എക്സ്പെർട്ടോ കാര്യങ്ങളൊന്നും പറയാം, ഞാൻ പഠിക്കുവാണ്. അപ്പം ഞാൻ പഠിക്കുന്നത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പം എനിക്കത് പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആയെന്നൊരു കോൺഫിഡൻസ് എനിക്കും കിട്ടും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചാനൽ വീഡിയോസ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ജസ്റ്റ് ഒരു ഹോം പേജ് ഉണ്ട്. ഹോം പേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പം വേറെ ഹിഡൻ പേജസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല, കാരണം അതിന് ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഇത് ഡയറക്റ്റ് SQL ഇഞ്ചക്ഷൻ ആണ്. അപ്പം മിക്കവാറും ഈ ഒരു കാറ്റഗറിയുടെ ഈ ഒരു ഫീൽഡായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലായിരിക്കാം അത് ഇവിടെ നിന്ന് ഒരു ക്വറി പോകുന്നുണ്ട്. ഇതായിരിക്കും നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്. അപ്പം എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടെ? നോക്കട്ടെ. ഇവിടെ ഓക്കെ, യൂണിയൻ യൂസ് ചെയ്തിട്ടാണ്. യൂണിയൻ അറ്റാക്ക് അറിയാമല്ലോ. യൂണിയൻ അറ്റാക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ഓക്കെ, കോഡ് ഫിഗറിൻ്റെ തന്നെ നോക്കാം. അത് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ SQL ക്വറിയിലുള്ള യൂണിയൻ യൂസ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു ടേബിളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വറിയിലേക്കായിരിക്കും ചെല്ലുന്നത്. അപ്പം അതിൻ്റെ കൂടി നമ്മളൊരു യൂണിയനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വേറൊരു ടേബിളിലേയും കൂടി ഡേറ്റ എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ വേറെ കുറച്ച് ഡേറ്റയും കൂടി നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ, അതാണ് യൂണിയൻ കൊണ്ട് ചെയ്യുന്നത്. പക്ഷേ യൂണിയൻ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് കാര്യങ്ങൾ യൂണിയനിൽ ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേബിളിൽ എത്ര കോളം നമ്മൾ എടുക്കുന്നുണ്ട്, അത്രയും കോളം തന്നെ ആയിരിക്കണം നമ്മുടെ സെക്കൻഡ് യൂണിയന് ശേഷം. യൂണിയൻ്റെ റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും കോളത്തിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. ഓക്കെ, അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ രണ്ട് കോളംസും സെയിം ഡേറ്റ ടൈപ്പ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മൈൻഡ് ചെയ്യണം, അത് അങ്ങനെ ആയിരിക്കണം. പക്ഷേ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എത്ര കോളമാണ് ഫസ്റ്റ് ടേബിളെന്ന്? ട്രൈ ചെയ്യുക, ഫെയിൽ ആവുക, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ യൂണിയൻ ആഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം. ആദ്യം ആ ഒരു പേലോഡ് ഞാൻ സെറ്റ് ചെയ്യട്ടെ. യൂണിയൻ പ്ലസ് കണ്ടോ, ഓരോന്നിനും ഇടയിൽ പ്ലസ് ഉണ്ട്. സോ നമുക്ക് പ്ലസ് ആഡ് ചെയ്യാം. നമുക്ക് സെലക്ട് ഓക്കെ, ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഒരു കോളം നമുക്ക് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ സ്ട്രിങ് ആയിരിക്കാം ചെല്ലുന്നത്. സോ ഇവിടെയും സ്ട്രിങ് ആണ് സാധാരണ ചെല്ലാൻ സാധ്യതയുള്ളത്. അപ്പം നമുക്ക് സ്ട്രിങ് തന്നെ കൊടുക്കാം. 1 കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു കാറ്റഗറിയല്ലേ ചെല്ലുന്നുള്ളൂ. നമുക്ക് നോക്കാം ഒന്നാണോ അല്ലയോ എന്ന്. ഫ്രം ഒരു സെക്കൻഡ്, അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ എടുക്കുന്ന ടേബിൾ എന്ന് പറയുമ്പം ഇത് ഓക്കെ, ഒറാക്കിളാണ് കേട്ടോ. ഒറാക്കിളിൻ്റെ ടേബിൾ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ചുമ്മാ ഇതുപോലെ സെലക്ട് ഇന്നതെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. നമുക്കൊരു ടേബിൾ, അതിനകത്തുള്ളൊരു ബിൽട്ടിനായൊരു ടേബിൾ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇങ്ങനെയാണെങ്കിലും ഡേറ്റ എടുക്കാൻ പറ്റും. ചുമ്മാതെ ടേബിൾ ഇല്ലാതെ എടുക്കുവാണെങ്കിൽ അത് എറർ വരും. സോ എന്തെങ്കിലും ഒരു ടേബിളിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. അപ്പോൾ ബിൽട്ടിനായിട്ടുള്ള ഡ്യുവലാണ് സാധാരണ എല്ലാവരും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം നമുക്ക് നോക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഇൻറ്റേർണൽ സെർവർ എറർ. സോ ഒരെണ്ണോടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ചിലപ്പം അതിൻ്റെ ആയിരിക്കാം, അതാകും. കാരണം രണ്ടും ഈക്വൽ ആകാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ എറർ വരുന്നത്. റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു കോളത്തിൻ്റെ എണ്ണം. സോ ഇവിടെ നമുക്ക് ABCയുടെ കൂട്ടത്തിൽ എന്താ പറയുന്നത്, ഒരു DEFും കൂടി ആഡ് ചെയ്യാം. സെയിം സെലക്ട് ഇവിടെ വരെ. ഓക്കെ, ABCDEF അത് രണ്ടും സ്ട്രിങ് ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഫ്രം ഡ്യുവൽ ഓക്കെ, ഒരു കാര്യം വിട്ടുപോയിട്ട് ഇവിടെ നമുക്ക് ആദ്യം അതൊന്ന് എൻഡ് ചെയ്യണം. ആ ഒരു SQL ക്വറി ഇതാണ് നമുക്ക് മനസ്സിലായി കാണിപ്പോൾ. പെർഫെക്റ്റ്. അതായത് കറക്റ്റാണ്. നമ്മളത് 2 കോളമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത്, യൂണിയൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്.
സോ ഈ കോർപ്പറേറ്റിൻ്റെ ചെല്ലുന്നത് രണ്ട് കോളം ഉള്ളിടത്തോട്ടാണ് ചെല്ലുന്നത്. സോ നമുക്കും 2 കോളം ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസിയാണ്. നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ വേർഷനാണ് അറിയേണ്ടത്. അതിനുള്ള ചീറ്റ് ഷീറ്റ് നമ്മളിപ്പം ഒറാക്കിളാണ്. ഒറാക്കിളിനകത്ത് നിന്ന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ വേർഷൻ ഓക്കെ ഇങ്ങനെയാണ്. ഓക്കെ, വേർഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് പ്ലസ് വരെ ഓക്കെ, ബാക്കി ബാനർ വേണം, പിന്നെ ഒരു നള്ള് വെറുതെ ഒരു പേര് വേണം. നമുക്ക് 2 വേണമല്ലോ അതിനായിട്ട്. ഓക്കെ, പ്ലസ് ഈ വേർഷൻ അല്ലേ, ഓക്കെ 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 ഇവിടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് ഓക്കെ 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 സെറ്റ് ചെയ്തു. യൂണിയൻ സെലക്ട് ബാനർ നള്ള് ഫ്രം വി വേർഷൻ. ഓക്കെ, അപ്പം ഈ ഒരു നള്ള് മാറ്റിയിട്ട് ഇവിടെ DF കൊടുത്താലോ? ഒരു ബാനർ ഓക്കെ, DEF കൊടുക്കാം. ഇവിടെ ഫ്രം വി വേർഷൻ. ഓക്കെ, വി നമ്മുടെ ഡോളർ സിമ്പിൾ വേർഷൻ. അപ്പോൾ അതിന് ശേഷം കമൻറ്റ് ഉണ്ട്. ഓക്കെ, കിട്ടുന്നില്ല, നോക്കാം. ഇത് തന്നെ സംഭവം നമ്മുടെ പേലോഡ് സെറ്റാണ്. പക്ഷേ എന്തൊരു ചെറിയ നമ്മൾ ആ ഒരു പേലോഡ് മുകളിൽ കൊടുത്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കാം. സോ ഇതിൻ്റെ അടുത്ത് നോക്കാം. ഇതിൻ്റെ ഇതൊക്കെ തന്നെ പറയുന്നുള്ളൂ. അത് തന്നെ ഡ്യുവലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ബിൽറ്റിനായിട്ടുള്ള ടേബിളുണ്ട്. സോ ഇവിടെ എന്താ പറയുന്നത്, ആ ഒരു ടേബിൾ നമുക്കൊരു വാലിഡ് ടേബിൾ നെയിം വേണം. അതായത് നമുക്ക് ചുമ്മാതെ ഈ ഒരു ഒറാക്കിളിനോട് നമ്മൾ ഒറാക്കിൾ ഡാറ്റാബേസ് നമ്മൾ ഫ്രം അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ നെയിമിൽ നമുക്ക് ഒരു കോളമോ 2 കോളമോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനായിട്ടാണ് ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള ടേബിൾ, നമ്മൾ വാലിഡ് ടേബിൾ വേണം. സോ ബിൽറ്റിൻ ആയിട്ടുള്ള ഡ്യുവൽ ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇത് കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഈ ഒരു എന്താ പറയുന്നത്, ആ ഒരു പേലോഡ് എന്താ സംഭവിച്ചത് നമുക്കൊന്നുകൂടെ നോക്കാം. നമുക്കിപ്പോൾ അറിയാം 2 കോളമാണ് ലെഫ്റ്റും റൈറ്റിലും ആക്കി. ഇനി 2 സ്ട്രിങ് ആണ് നമുക്ക് മനസ്സിലായി. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. നോക്കാം, ഇപ്പോൾ തന്നെ ശരിയാക്കാം, വിഷയമില്ല. ഓക്കെ, ഗിഫ്റ്റ് യൂണിയൻ സെലക്ട് ബാനർ DF. ഓക്കെ, DF ഓക്കെ എന്തെങ്കിലും ആട്ടെ, പ്ലസ് ഫ്രം വി വേർഷൻ. ഓക്കെ, വിഷയമില്ല. എൻ്റെ സംഭവം പേലോഡ് ഞാൻ പറഞ്ഞു പേലോഡ് നമ്മുടെ കറക്റ്റാണ്. പക്ഷേ സൊല്യൂഷനിൽ നോക്കാം വേണമെങ്കിൽ. ഓക്കെ, ബാനർ നള്ള്. ഓക്കെ, നമ്മളിതൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ 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 ഒരു ചെറിയ മാറ്റം നമുക്ക് വരുത്താം. ഓക്കെ, ബാനർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാനർ ഓക്കെ, ബാനർ കൊടുത്തു. കോമ ഇട്ടിട്ട് അവിടെ 2 ഇതിന് തൊട്ടും നള്ളിന് തൊട്ടുമുമ്പായിട്ടും. നള്ളെന്ന് വെച്ചാൽ ഒരു രണ്ടാമത്തെ ഒരു കോളത്തിൻ്റെ നെയിം ആണല്ലോ. ആദ്യം നമുക്ക് പ്ലസ് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഫ്രം വേർഷൻ. ഇതിപ്പം എന്ത് പറ്റി? യൂണിയൻ വെയിറ്റ് നമ്മൾ കൊടുത്തത് എന്താ, യൂണിയൻ കൊടുത്തു. ഓക്കെ, സെലക്ട് ബാനർ ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് കൊടുത്ത് നോക്കാം. അതിൽ കാര്യം ഉണ്ടാവുമോ? ഇല്ല. കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ് ഇത്ര ഓക്കെയാണ്. ഇത് ഓക്കെ, പ്ലസ് യൂണിയൻ പ്ലസ്. ഓക്കെ 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 ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമുക്ക് ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. ഗിഫ്റ്റ്സ് യൂണിയൻ പ്ലസ് സെലക്ട് പ്ലസ് ബാനർ കോമ പ്ലസ് നൾ പ്ലസ് ഫ്രം പ്ലസ് വേർഷൻ
ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് നോക്കട്ടെ. യെസ്, അപ്പോൾ ഇത് സംഭവിച്ചതെന്നു വെച്ചാൽ ഓക്കെ നമ്മൾ കൊടുത്തത് ഓക്കെ യൂണിയൻ സെലക്ട് ബാനർ വി വേർഷൻ ഇതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടാഞ്ഞത്. അപ്പം അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് ചെയ്യാം ഈ ലാബ്. ഓക്കെ നമുക്ക് സംഭവം ഓക്കെ ആയി. ബട്ട് നമുക്ക് നമ്മുടേതായ രീതിയിലൂടെ നമ്മുടെ പേരോടൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. നമ്മളത് കൊടുത്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടാകാം അങ്ങനെ സംഭവിച്ചു. സോ ഒന്നുകൂടെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ ഷിറ്റ് എഗെയിൻ അത് കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്നുകൂടെ ചെയ്യാം. പെറ്റ് ഓക്കെ നമ്മുടെ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം റൈറ്റും ലെഫ്റ്റും രണ്ടെണ്ണം ആയിരിക്കണം എന്നുള്ളത്. സോ യൂണിയൻ കൊടുക്കുന്നു. അതിൻ്റെ കാര്യം അവിടെ ഉണ്ട്. ഓക്കെ പ്ലസ് യൂണിയൻ കൊടുക്കുന്നു. വീണ്ടും പ്ലസ് സെലക്ട് പ്ലസ് ബാനർ പ്ലസ് നൾ പ്ലസ് ഫ്രം പ്ലസ് വി വേർഷൻ. ഓക്കെ അത് തന്നെ ആയിരുന്നല്ലോ നമ്മുടെ സൊല്യൂഷനിലുള്ളത്. ഓക്കെ യെസ് ഓക്കെ പെർഫെക്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ് ഓക്കെ. ഇതില്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കാം. പെറ്റ്സിന് കൊടുക്കുന്നു. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. ബട്ട് നമ്മുടെ ആ ഒരു പേരോട് സെറ്റ് ആയതുകൊണ്ടായിരുന്നു നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ബട്ട് അവിടെ നമുക്ക് മുമ്പേ എന്തുകൊണ്ട് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു എൻഡ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങനെ കിട്ടാതെ പോയത്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് റൈറ്റ് പേലോഡ്. ഓക്കെയാണ്. നമുക്കിനി മിസ്റ്റേക്ക് സംഭവിക്കും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യാതെ എന്താണെന്ന് വെച്ചാലും ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരും പഠിക്കുമ്പം പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം. ഞാൻ ഒരിക്കലും ഇതിൻ്റെ ട്യൂട്ടോറിയൽ എന്ന രീതിയിൽ മാത്രമല്ല പോകുന്നത്. അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാനല്ല, നമ്മുടെ ഒരു ഗ്രോത്താണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ എറർ സംഭവിക്കാം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ബൈപ്പാസ്, നമുക്ക് ഹിൻഡ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ നോക്കേണ്ടി വരും. അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളെല്ലാവരും ബിഗിനേഴ്സാണ്. ഓക്കെ ബട്ട് ഇവൻച്വലി നമ്മൾ ഗ്രോത്ത് ഉണ്ടാകും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ലാബ് ചെയ്യാം. ഇത് നമുക്ക് 2 ലാബൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. അല്ല നമ്മളിപ്പോൾ ഒരു ലാബ് വെച്ച് പോകുകയാണെങ്കിൽ ഒത്തിരി ഡിലേ ആവും. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് താമസം വരും. അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിന് താമസം വരും. എനിക്ക് ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത വീഡിയോ എടുക്കുന്നത് ഇച്ചിരി ചെറിയൊരു മടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് അല്ലാതെ പിന്നെ ഇത് ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ ഭയങ്കര കണ്ടോ, ഞാൻ അന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ആകുന്നതിന് ഞാൻ 3 എണ്ണം ഓൾറെഡി ഞാൻ നേരത്തെ ഒരു മാസം മുമ്പ് അങ്ങനെ ഞാൻ ചെയ്തതായിരുന്നു. ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. ഇനി വീഡിയോ സീരീസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഈ ഒരു MySQLൻ്റെ വെച്ച് ചെയ്യുന്നത്. അപ്പം എനിക്കിത് ചെയ്യണം. ഇത് ഇങ്ങനൊന്നും പോയപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര പതുക്കിയാണ് പോകുന്നത്. ഒരു ഡേ ഒരെണ്ണം ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതും ചെയ്തതാണ് ഇന്ന് ചെയ്യുന്നത്. മറന്നു പോയി നേരത്തെ ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എറർ വന്നത്. അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നേനെ. മീൻസ് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാമല്ലോ എങ്ങനെ പോകുന്നതെന്ന്. അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളായിരുന്നു. നമുക്ക് ഇത്രയും ലാഭമുണ്ട് SQL ഇഞ്ചക്ഷൻ മാത്രം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അടുത്ത ലാഭം കൂടി ഈ വീഡിയോയിൽ ചെയ്യാം. സോ ഇതിനായിട്ട് ടാസ്ക് യൂണിയൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യുക. ഇതിൽ MySQL ആണ് യൂസ് ചെയ്യുന്നത്. സോ ചീറ്റ് ഷീറ്റ് ഇവിടെയും ആവശ്യമാണ് നമുക്ക്. ഓക്കെ ആക്സസ് ഇല്ല. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഉടൻ ചെയ്തത് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ. യൂണിയൻ്റെ ഒക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് എന്നാലും ഒന്നുകൂടെ. ഓക്കെ അതാദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് പെർഫെക്റ്റ് ആക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇതെങ്ങനെ വന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ വട്ടം പോകണമെന്നില്ല. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ യൂസ് ചെയ്ത് ഈ ഒരു സിംഗിൾ കോഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ആ ഒരു ബാക്കിയുള്ളതിനെ നമുക്കൊരു SQL query ആയിട്ട് എടുക്കാനായിട്ടാണ്. കാരണം ഇതെല്ലാം വരുന്നത് ഒരു 2 സിംഗിൾ കോഡ് നടുക്കോട്ടാണ്. സോ ഇത് വരുമ്പോഴത്തേക്ക് എന്താ അതവിടെ എൻഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് ഒരു SQL query ആയിട്ട് എടുക്കും. അപ്പം അതിനായിട്ടാണ്.
പറയാം, ഇപ്പോൾ തന്നെ പറയാം. ഇപ്പം ഈ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷേ വേണ്ട, നമുക്ക് അത് വെച്ച് തന്നെ പറയാം, അത് വെച്ച് തന്നെ പറയാം. ചെറിയൊരു എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, അല്ലാണ്ട് വേറെ എടുക്കുന്നത്. ഓക്കെ, സെലക്ട് ഫ്രം കാറ്റഗറി എടുക്കാം. വേർ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു SQL ക്വറിയിൽ നിന്നിരിക്കട്ടെ. ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നമുക്ക് മനസ്സിലാവാനായിട്ടും പറയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. സോ ഇത് നമ്മൾ എന്തിവിടെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ എടുക്കുന്നത്. ഇപ്പം പെറ്റ്സാണ് ഞാൻ എടുത്തതെങ്കിൽ നടുക്കേട്ട് പെറ്റ്സ് എന്ന് വരും. സോ സിംഗിൾ കോട്ട് കൊടുക്കാവേ, പെറ്റ്സ് എന്ന് വരും. നമുക്ക് യൂണിയൻ ആഡ് ചെയ്യണം ഇവിടെ. ഇങ്ങനെ യൂണിയൻ നമ്മുടെ ബാക്കിയില്ലേ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കി സംഭവങ്ങൾ ഇവിടെ വരണം. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ വരണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരത്തില്ല. പകരം ഒരു സെക്കൻഡ്, പകരം ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഇവിടെ ആ ഒരു സിംഗിൾ കോഡ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇവിടെ ആയിട്ട്, അതായത് ഇവിടെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതിനകത്തായിട്ട് ഇതെല്ലാം വരും. എന്നിട്ട് നോക്കും ഈ ഒരു കാറ്റഗറി ഇന്ന പേരിലുള്ളതുകൊണ്ട് ഇങ്ങനെ പേരിലുള്ളത് ഇല്ല. കാരണം പെറ്റ്സ് സെലക്ട് ബാനർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഇല്ല, പെറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉള്ളൂ. സോ എറർ അടിക്കും. നമുക്ക് വരേണ്ടതെന്ന് വെച്ചതിൻ്റെ വെളിയിലാണ് വരേണ്ടത്. സോ നമ്മളെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഇതിൻ്റെ നടുക്കോട്ട് പെറ്റ്സ് ഇത് ഇങ്ങനെ വരും. ഓക്കെ, നമ്മുടെ ഇങ്ങനെ വന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ ഒരു പെറ്റ്സ് എന്ന് പറഞ്ഞത് ശരിക്കും സംഭവിച്ചത് എന്താ, ഈ ഒരു ഇത്രയും എന്നാൽ ഈ രണ്ട് സിംഗിൾ കോഡിൻ്റെ ഇടയിലോട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു സിംഗിൾ കോഡ് ആഡ് ചെയ്തുകൊണ്ടും ഇത് ഫിൽറ്ററിങ് ഇല്ലാത്തതുകൊണ്ടും ഇതായിട്ട് ഇതിൻ്റെ റോള് ഇതിന് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ളത് എനിക്ക് ഇത്രേ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ള യൂണിയൻ മുതലുള്ള ബാക്കിയുള്ളത് ഒരു SQL query ആയിട്ട് എടുക്കും ഇവിടെ വരെ. അപ്പോൾ ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു സ്ട്രിങ് ആയിട്ട് എടുക്കത്തില്ലെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഇവിടെ കമൻ്റ് ഉണ്ട്. സോ ഇത്രയുള്ള ഇനി വാല്യൂ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലാണ്, അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇപ്പോൾ തന്നെ ഒരുപാട് നമ്മൾ പറഞ്ഞു ഇതിനെപ്പറ്റി. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാ വീഡിയോയിലും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറാകും. സോ നമുക്ക് പുതിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയ ടാസ്കുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുമ്പം. അടുത്ത ലാബ്. ഓക്കെ, തേർഡ് ലാബ് ഇത് MySQL ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെയും ഡേറ്റ ടൈപ്പ് ആൻഡ് വേർഷൻ തന്നെയാണ് എടുക്കേണ്ടത്. സോ സെയിം, വേറെ ഒന്നുമില്ല. ഇവിടെ തന്നെയാണ് വൾനറബിലിറ്റി നമുക്കറിയാം. ഇതിൻ്റെ ഹിൻഡ് എന്ന് പറയുമ്പം ചീറ്റ് ഷീറ്റ് യൂസ് ചെയ്യാൻ, അപ്പോൾ വേർഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അത് തന്നെ വേർഷൻ MySQLൻ്റെ വേർഷൻ എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, യൂണിയൻ യൂസ് ചെയ്തിട്ട് നമുക്കത് എടുക്കണം. അതിന് മുമ്പ് നമുക്ക് എത്ര ഇതുണ്ടെന്ന് അറിയണം, ഏത് കോളം ഉണ്ടെന്ന് അറിയണം. നമുക്ക് അതിനൊരു ഫെയിൽ ആൻഡ് മെത്തേഡ് യൂസ് ചെയ്യണം. ഫെയിൽ ആൻഡ് ട്രൈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പേലോഡ് ഫോം ചെയ്യണം. സോ പ്ലസ് യൂണിയൻ, കഴിഞ്ഞ വട്ടം 2 അല്ലേ, നമുക്ക് ഈ വട്ടവും 2 തന്നെ കൊടുത്തു നോക്കാവേ. സെലക്ട് ABC, DEF എന്തെങ്കിലും ആട്ടെ, വിഷയമില്ല. ഫ്രം വേണ്ട, കാരണം ഈ ഒരു MySQL അങ്ങനെ നിർബന്ധമില്ല ഒരു ടേബിളിൽ നിന്ന് വേണമെന്നുള്ളത്. കണ്ടോ, സെലക്ട് വേർഷൻ അല്ലെങ്കിൽ ഫ്രം എന്ന് പറഞ്ഞിട്ട് ടേബിളിൻ്റെ പേര് കൊടുത്തതിനെ ഒറാക്കിൽ കൊടുത്തതുപോലെ. അപ്പോൾ നമുക്കത് എങ്ങനെ കമൻറ്റ് ചെയ്യാൻ നോക്കാം. ബാക്കിയുള്ളത് MySQL കമൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഓക്കെ നമ്മുടെ നോർമൽ രീതി തന്നെയാണ്, മാറ്റമില്ല. ഓക്കെ, ഇന്റേണൽ സെർവർ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, എന്നിട്ടും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ബാക്ക് ടു ഹോം ഗിഫ്റ്റ്സ് എടുക്കാം. ഗിഫ്റ്റ്സ് ക്ലോസ് ചെയ്തു, പ്ലസ് യൂണിയൻ പ്ലസ് സെലക്ട് പ്ലസ് ABC DEF. ഓക്കെ, ഇല്ല അതല്ല. അപ്പം നമുക്ക് ഈ സ്റ്റാർ കൊടുത്തു നോക്കാവേ. ഞാൻ അത് കഴിഞ്ഞ വട്ടം ചെയ്തത് സ്റ്റാർ എന്തോ കൊടുത്തപ്പം അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. ഓക്കെ, അതല്ല, നമ്മുടെ ആ പേരിലൂടെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, യൂണിയൻ സെലക്ട്. ഓക്കെ,
എന്തൊക്കെ ഒരു മിനിറ്റ് ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ ഫോം ചെയ്ത് സെലക്ട് വരെ ഓക്കെ ആണ്. ഗിഫ്റ്റ്സ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ യൂണിയൻ അത് കാര്യമില്ല, ബട്ട് നോക്കാം. സെലക്ട് ഇല്ല അത് കാര്യമില്ല, അതല്ല. അപ്പം നോക്കാം വേറെ. ഗിഫ്റ്റ്സിൻ്റെ അവിടെ നമ്മുടെ പേരോട് ഞാൻ പറഞ്ഞില്ലേ ഈ രീതിയിൽ തന്നെ ആണ്, ബട്ട് നമ്മൾ കൊടുത്ത എന്തെങ്കിലും ആ ഒരു സിൻടാക്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാവുന്നൂടെ. യൂണിയൻ പ്ലസ് സെലക്ട്. ഇപ്പോൾ 2 ആണെന്നിരിക്കട്ടെ, നമുക്ക് 2 കോളമാണ് എടുക്കേണ്ടതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം നള്ളും വരും, ഒരെണ്ണം വി വേർഷനും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് നോക്കാം, വർക്കൗട്ട് ആവുമോ നോക്കാമല്ലോ. സെലക്ട് ഓക്കെ. നല്ല് നമുക്ക് പ്ലസിന് നടുക്ക് കൊടുക്കാം. ബാക്കി ഹാഷ് ഇല്ല, ഹാഷ് വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അത് വർക്കൗട്ട് ആയില്ല. അതെന്തുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ നോക്കാം. അല്ല, ഹാഷിൻ്റെ സംഭവം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സെലക്ട് യൂണിയൻ സെലക്ട് ഓക്കെ ആണ് നമ്മുടെ പേരോട്. പക്ഷേ ഒന്നുകൂടെ നോക്കാം. അതൊന്ന് ഓക്കെ, നമ്മൾ ഗിഫ്റ്റ്സ് വെച്ച് നോക്കാവേ. ഓക്കെ, ഞാൻ സെയിം അതേപോലെ കൊടുക്കാം. ഒരു പ്ലസ് നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം അല്ലേ. ഓക്കെ പ്ലസ് സെലക്ട് പ്ലസ് ABC DF. അവിടെ ഇനി പ്ലസ് കൊടുക്കണം. വേണ്ട, അവിടെ നിർബന്ധമില്ല. ഹാഷ്. എന്നിട്ട് നമുക്ക് എറർ വന്നിരിക്കുന്നു. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, എന്നിട്ടും നമുക്ക് എറർ വന്നിരിക്കുന്നു. സോ അതെന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരോടുള്ള എന്തെങ്കിലും വിഷയമാണ്. സോ നമുക്കിപ്പോൾ അറിയാം എന്തായാലും 2 ഉണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ യൂണിയൻ സെലക്ട് ഒക്കെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പേരോട് ഏറെക്കുറെ രണ്ടാമത്തെ റിയൽ പേരോട് നമ്മൾ ഏറെക്കുറെ ഫോം ചെയ്തതുമാണ്. നമുക്കെന്നാൽ അതൊന്ന് ചെയ്ത് നോക്കാം. അതിനി കിട്ടുമോ എന്നറിയാം. അങ്ങനെ നമുക്കിത് ഫിനിഷ് ചെയ്യാവോ നോക്കാം. യെസ്, അതും വർക്കാവുന്നില്ല. അപ്പം നമുക്ക് ബൾബ് സ്യൂട്ട് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പം ബൾബ് സ്യൂട്ട് എൻ്റെ ലാപ്പിലില്ല, സിസ്റ്റത്തിലാണ് കിടക്കുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ബൾബ് സ്യൂട്ട് വെച്ച് ചെയ്യുമ്പോഴത്തേ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് എൻഡിൽ എന്തെങ്കിലും ഫിൽറ്ററിങ് കാണുമായിരിക്കാം. ഒരു പക്ഷേ കേട്ടോ, നിർബന്ധമില്ല, കാണുമായിരിക്കാം. സോ ബർപ്പിൽ ചെന്നിട്ട് നമുക്ക് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആകാം. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ ഫിനിഷ് ചെയ്തതായിരുന്നു. അപ്പോൾ അത് ബർപ്പിൽ ഞാൻ ബർപ്പ് വെച്ച് ചെയ്ത് എനിക്ക് അപ്പോഴും ഇതുപോലത്തെ എറർ വന്നപ്പോൾ ഞാൻ ബർപ്പ് വെച്ച് ചെയ്തപ്പം സെറ്റായി. ബർപ്പ് സ്യൂട്ട് വെച്ച് ചെയ്തപ്പോൾ സെറ്റായിരുന്നു. അപ്പം അതിൻ്റെ എന്തെങ്കിലും എറർ കൊണ്ടായിരിക്കാം ഒരു ഫ്രണ്ട് എൻഡ് എന്തെങ്കിലും ഫിൽറ്ററിങ്ങോ കാര്യങ്ങളോ കാണുമായിരിക്കും. ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയുള്ള ഫ്രണ്ട് എൻഡ് മീൻസ് ബ്രൗസർ സൈഡിലോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ് സൈഡിൽ എന്തെങ്കിലും ഒരു ഫിൽറ്ററിങ് കാണുമായിരിക്കും. സംഭവം സിമ്പിളാണ്. നമ്മുടെ പേരിലൂടെ നമ്മൾ ഫോം ചെയ്തൊക്കെ സെറ്റായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഫിൽറ്ററിങ് കൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ സിസ്റ്റത്തിൽ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ടൈം എടുക്കും, ലാഗ് ആകും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് മാത്രമാക്കണ്ട. അടുത്ത വീഡിയോ നമുക്ക് ഇതും അടുത്തതും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു ഇപ്പോൾ എൻ്റെ 25 മിനിറ്റോളം 1/2 മണിക്കൂറോളം ആകുന്നു. ജസ്റ്റ് സംസാരിച്ച് ഒറ്റ ലാഭം നമ്മൾ ചെയ്തോളൂ. രണ്ടാമത്തത് ഫെയിലായി. ബട്ട് ഇതൊക്കെ പഠിക്കുന്ന വഴികളാണ്, പഠിക്കുന്ന രീതികളാണ്. ഫെയിലിയർ ഈസ് എ പാർട്ട്. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ലേണിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോൾ ഫെയിലിയർ വന്നിരിക്കും. അത് വരാതെ ആരും നമ്മൾ ഈ കാണുന്ന വലിയ ലെവൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട. അത് ഇനി ഫെയിലിയർ വന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി. ഫെയിലിയർ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സോ ഇതുപോലത്തെ ഇനിയും ഫെയിലിയേഴ്സ് ഉണ്ടാകും. ഇനി ഇതുപോലത്തെ ഫെയിലിയേഴ്സ് കാണണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെയിലിയേഴ്സിൽ നിന്നുള്ള സക്സസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക.